സ്വതന്ത്രമായിട്ട് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് പള്ളി ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്നും ക്രിസ്തു വളരെ അകലെയാണെന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നു. അന്നൊക്കെ കത്തോലിക്ക കുടുംബങ്ങളിൽ ഉള്ള ഒരു സംഭവം എന്താ വെച്ചാൽ പെൺകുട്ടികൾ വലുതായി ഉടനെ കല്യാണം കഴിച്ചു കൊടുക്കണം. ഒന്ന് എൻ്റെ അമ്മേരെ പേടി പെൺകുട്ടികൾ ചീത്തയാവും എന്നുള്ളതാണ്. അതെനിക്ക് ഇപ്പോഴും ദേഷ്യം തീർന്നിട്ടില്ല. അപ്പൻ്റെ ഒരു പ്രധാന കാരണം ഇദ്ദേഹം സഖാവാന്നുള്ളതും കൂടിയായിരുന്നു. നല്ല മനുഷ്യരാണ്, സഖാവാണ്. അതാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നല്ല മനുഷ്യരാണ്, നല്ല സഖാവാണ്. അപ്പം ഞാൻ പോയിട്ട് ഈ പാട്ടച്ചിമ്മിനിയില്ലേ അത് രഹസ്യമായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് വായിക്കും. അപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ ഒരു തരം കാട് പോലെയാണ്. അപ്പോൾ അത് പറന്നുപോയി തീ പിടിച്ചു. ഭാഗ്യത്തിന് അമ്മ കണ്ടുവന്ന കാരണം കൊണ്ട് അന്ന് ചത്തുപോയില്ല എന്ന് മാത്രം. വാഗ്വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വാഗ്വിചാരത്തിൽ എന്നോടൊപ്പമുള്ളത് സാറ ടീച്ചറാണ്, സാറ ജോസഫ്. കേരളീയ സമൂഹത്തിൽ ഒരു സ്ത്രൈണാവബോധത്തിന് പുതിയൊരു തലം എഴുത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും നൽകി പ്രതിരോധം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതിന് വേറിട്ട വഴികൾ കണ്ടെത്തി നിരന്തരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി സാറ ജോസഫ്. സാറ ടീച്ചറുമായുള്ള അഭിമുഖം ഒരു വർഷങ്ങളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ടീച്ചറോട് പലപ്പോഴും സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എപ്പോൾ വേണമെങ്കിലും ആവാമെന്ന് ടീച്ചർ പറഞ്ഞാലും ഞാൻ എൻ്റെ അലസത കാരണം നീണ്ടുപോയി. പക്ഷേ ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വൈകിയത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കാലത്തിനിടയിൽ വളരെ ശ്രേഷ്ഠമായ വ്യത്യസ്തവും ശ്രേഷ്ഠവുമായ രണ്ട് കൃതികൾ ടീച്ചർ അതിനിടയിൽ പ്രസിദ്ധീകരിച്ചു. ഒന്ന് ബുധിനി, മറ്റൊന്ന് കറ. ഈ രണ്ടും ടീച്ചറുടെ സാഹിത്യ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സംഭാഷണമാവുന്നു എന്നുള്ളതിൽ പ്രത്യേകിച്ചും എനിക്ക് പ്രത്യേക ചാരിതാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് സംഭാഷണം വൈകി ആണ് നടത്തുന്നത് എന്നുള്ളത് സത്യത്തിൽ ഒരു അനുഗ്രഹമായി എന്നാണ് ഞാൻ കരുതുന്നത്. ടീച്ചറെ, വാഗ്വിചാരത്തിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞതുപോലെ ബുധിനിയും കറയും ഒക്കെ എഴുതി ടീച്ചറുടെ എഴുത്ത് ജീവിതത്തിന് വളരെ വ്യത്യസ്തമായൊരു തലം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റ് കൃതികളെ ഒട്ടും അവഗണിക്കുകയോ മാറ്റി നിർത്തുകയല്ല, പക്ഷേ ഒരു വേറിട്ട അനുഭവ തലം, വ്യത്യസ്തമായൊരു പാൻ ഇന്ത്യൻ, മറ്റൊന്ന് അങ്ങനെയല്ലാത്ത ഒരു ലാൻഡ്സ്കേപ്പിൽ എഴുതപ്പെട്ട കൃതി. ഇതൊക്കെ എഴുതി കഴിയുമ്പോൾ അടിസ്ഥാനപരമായി ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എഴുത്ത് എന്ന് പറയുന്ന പ്രക്രിയ എന്താണ് ടീച്ചർക്ക് നൽകിയ ഒരു അനുഭവം അല്ലെ അനുഭൂതി, എഴുത്ത് എന്താണ് എന്ന് നിർവഹിച്ചുകൊണ്ട് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ആനന്ദം. നമ്മൾ എഴുതുന്നു, നമ്മൾ വളരെയധികം സന്തോഷിക്കുന്നു. അതാണ് വേദനാജനകമായ കാര്യങ്ങൾ എഴുതുമ്പോൾ പോലും എഴുത്ത്, കാരണം അപ്പുറത്ത് ഇതിനെ പൂരിപ്പിക്കുന്ന വായനക്കാരുണ്ട്. ആ വായനക്കാരിലേക്ക് ഇതെത്തിക്കുക എന്നുള്ളതാണല്ലോ എഴുത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെയുമല്ല, എഴുതുന്ന ആ ഒരു സർഗപ്രക്രിയ എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷം തരുന്ന ഒരു അനുഭവമാണ് എനിക്ക്. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളോടും കൂടി തന്നെ നമ്മൾ രചനയിൽ ഏർപ്പെടാൻ സമയമില്ലാത്തതിൻ്റെ മറ്റ് പ്രാരബ്ധങ്ങളുടെ ഒക്കെ നടുവിലിരുന്നു കൊണ്ടാണ് എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മഹത്തായ ഒന്ന് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ തന്നെയുമല്ല, എഴുതുകയല്ലാത്ത അല്ലെങ്കിൽ വായിക്കുകയല്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പറ്റൂല. അതാണ്. അങ്ങനെ ഒരു എഴുത്ത് ജീവിതത്തിലേക്ക് വരുന്നതിനൊക്കെ സാഹചര്യമൊരുക്കിയ ഒരു ചെറിയ നമ്മുടെയൊക്കെ ബാല്യം ഉണ്ടാകും. അപ്പോൾ ടീച്ചറുടെ ബാല്യം നമുക്ക് തിരിച്ച് എഴുത്തിൽ നിന്ന് നേരെ കടന്നു ചെല്ലാവുന്ന ഒന്നാണ്. ടീച്ചറാക്കുന്നതിൽ വലിയ സ്വാധീനമൊക്കെ ആയിട്ടുണ്ടാവാവുന്ന, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ ബാല്യം, അന്നത്തെ കുടുംബജീവിതം, അല്ലെങ്കിൽ പാരൻസ്, അച്ഛൻ, അമ്മ, അവരുടെയൊക്കെ ജീവിതത്തിലൂടെ ഒന്ന് പോയിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാമെന്ന് പറയുന്നു. എന്താണത്? കുട്ടിക്കാലത്ത് തന്നെ വായിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുട്ടി വായിക്കാറാവുമ്പോൾ തന്നെ വീട്ടിലെ പിന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ധാരാളമുണ്ട്. പിന്നെ എൻ്റെ അപ്പൻ നല്ല വായനക്കാരായിരുന്നു. അപ്പനും അപ്പൻ്റെ അനിയനും ഒക്കെ നല്ല വായനക്കാരായിരുന്നു. ഒരു കൂട്ടുകുടുംബം പോലെയാണ് ഞങ്ങളുടെ കുടുംബം ഉണ്ടായിരുന്നത്. സാധാരണ കത്തോലിക്ക കുടുംബങ്ങളിൽ അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ എൻ്റെ ഒരു വലിയ അമ്മായി കല്യാണം കഴിച്ച് പോയിട്ട് അവരുടെ ഭർത്താവ് ഒരു കൊല്ലത്തിനുള്ളിൽ മരിച്ചു.
1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ മരിച്ച് അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അവർക്കൊരു 1 കൊല്ലത്തിൻ്റെ അല്ല, 2 കൊല്ലത്തിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു. കാരണം ഒരു കുഞ്ഞുമുണ്ട് മരിച്ചപ്പോൾ. അവരുണ്ട്, അവരുടെ പിന്നെ മകളുണ്ട്, എൻ്റെ അപ്പൻ അമ്മ, ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ട്, എൻ്റെ അപ്പൻ്റെ അമ്മയുണ്ട്, പിന്നെ അപ്പൻ്റെ അനിയനുണ്ട്, പിന്നെ അമ്മായിമാർ അവരുടെ മക്കളൊക്കെ വന്നും പോയിരിക്കുന്ന തരത്തിലുള്ള ഒരു അസാധാരണമായ കത്തോലിക്ക കുടുംബം. കാരണം അതെ അതെ, കാരണം പെൺമക്കളെ കെട്ടിച്ചു കൊടുത്താൽ പിന്നെ അവരവിടെയാണല്ലോ. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ ഓർമ്മ വരുമ്പോൾ തന്നെ എല്ലാ അമ്മായിമാരും ഒക്കെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇവരെല്ലാവരും തന്നെ ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ വേറൊരു നിലയ്ക്ക് വായന ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു. വലിയ തോതിലല്ല, ചെറിയ തോതിൽ പറഞ്ഞാൽ അവർക്കുള്ള വായിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. ഇപ്പോൾ മനോരമ വായിക്കുന്ന, നീണ്ട കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ് അവർ. അല്ലാണ്ട് വലിയൊരു വായന പറയും. പക്ഷേ എൻ്റെ ഫാദർ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ലോക ക്ലാസിക്കുകളുടെ വിവർത്തന കൃതികൾ ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിൻ്റെ താഴെ ആയിരിക്കുമ്പോൾ തന്നെ കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് അതിലെ കഥകളൊക്കെ അങ്ങനെ പറയും. എന്നിട്ട് ഞങ്ങളെ വായിക്കാൻ പ്രേരിപ്പിക്കും. ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ചിലതൊന്നും, എങ്കിലും 3 മസ്കറ്റിയേഴ്സ് വായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വായിക്കും, ഭയങ്കര രസമാണ്. അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പല പണികൾ ചെയ്തുകൊണ്ടിരുന്നു. വാഹനങ്ങൾ കൊണ്ടുവരിക, റിപ്പയർ ചെയ്യുക, അതിനെ കൊടുക്കുക, അങ്ങനെ എന്തൊക്കെയോ. ബന്ധപ്പെട്ട ഒന്നുമല്ല, മെഷീനുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് ചെയ്തായിരുന്നത്. പക്ഷെ വലിയ വായനക്കാരനാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഓർക്കേണ്ട, അപ്പം മരിക്കുന്നതിന് മുമ്പാണ് ഫാദർ വടക്കൻ്റെ കുതിപ്പും കിതപ്പും എന്ന് പറയുന്ന പുസ്തകം കൊണ്ടുവന്നിട്ട് നിർബന്ധമായി ഇത് വായിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസിക്കുകൾ വായിക്കാനുള്ളൊരു വലിയ അവസരം ഉണ്ടാക്കി തന്നത് അന്ന് ആനി തയ്യലിൻ്റെ ട്രാൻസ്ലേഷൻസൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അത് കിട്ടി. പിന്നെ റഷ്യൻ സാഹിത്യം കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് അത് ധാരാളമായിട്ട് കിട്ടിയിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ സോവിയറ്റ് നാട് വീട്ടിൽ സ്ഥിരം വരുന്നതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ മിക്ക വീടുകളിലും സോവിയറ്റ് നാട് എന്ന് പറഞ്ഞാൽ വലിയ അതെ വർണ്ണചിത്രങ്ങളൊക്കെ ഉള്ള. അങ്ങനെ വായനയുടെ ഒരു എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക? അപ്പൻ എനിക്ക് തോന്നുന്നു അപ്പൻ വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ വായിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം. അങ്ങനെയാണ്. എൻ്റെ പാപ്പനും വായിക്കുമായിരുന്നു, ഇളയപ്പൻ വായിക്കുമായിരുന്നു. അദ്ദേഹം കുറച്ച് സീരിയസ് ആയിട്ട് വായിക്കുന്ന ഒരാളാണ്. തന്നെയല്ല മൂപ്പര് ഇത്തിരി ക്രിയേറ്റീവുമാണ്. പക്ഷെ അതൊക്കെ പള്ളിയിലേക്ക് ചാനലൈസ് ചെയ്തിട്ടാണെന്ന് മാത്രം. പള്ളിക്ക് വേണ്ടി പാട്ട് എഴുതുക, പള്ളിക്ക് വേണ്ടി മ്യൂസിക് ചെയ്യുക, വാദ്യോപകരണങ്ങൾ വായിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അന്നത്തെ കാലത്ത് പിന്നെ പ്രത്യേകിച്ചും ഇന്നുള്ള പോലെയുള്ള സാധ്യതകളില്ലല്ലോ. വിഷ്വൽ ഒന്നുമില്ല. നമുക്കുള്ളത് ആകെ വായന മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ധാരാളം വായിച്ചു. അപ്പോൾ വായിക്കാത്ത എനിക്ക് എത്ര തിരിഞ്ഞു നോക്കിയിട്ട് എവിടെ നോക്കിയാലും കാണാൻ കിട്ടുന്നില്ല. വായിക്കാത്തൊരു എപ്പോഴും വായിക്കുന്ന ഒരാളാണ്. തന്നെയുമല്ല അന്നൊക്കെ മണ്ണെണ്ണ ചിമ്മിനി വീട്ടിൽ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. അപ്പോൾ ഈ മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുന്ന വിളക്കുകളാണ് അധികം. മേശവിളക്ക്, അതുപോലെ ഓട്ടുവിളക്ക്. അതെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തലയുടെ പിന്നിൽ വെച്ചിട്ട് കിടന്നു വായിക്കുമായിരുന്നു. 2 പ്രാവശ്യമെങ്കിലും എൻ്റെ മുടി തീ പിടിച്ചിട്ടുണ്ട് വായനരതായിട്ട്. അപ്പോൾ അമ്മ ഞങ്ങൾ വിളക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ ഓട്ടുവിളക്കുണ്ട്, ഈ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഒറ്റത്തിരി. അത് തട്ടിമറിഞ്ഞ് പോകുന്നുള്ള പേടിക്ക് അത് ഞാൻ വായിക്കാൻ കിടക്കുമ്പോൾ ചീത്ത പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ പോയിട്ട് ഈ പാട്ടച്ചിമ്മിനിയില്ലേ അത് രഹസ്യമായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് വായിക്കും. അപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ ഒരു തരം കാട് പോലെയാണ്. അപ്പോൾ അത് പറന്നുപോയി തീ പിടിച്ച്. ഭാഗ്യത്തിന് അമ്മ കണ്ടുവന്ന കാരണം കൊണ്ട് അന്ന് ചത്തുപോയില്ല എന്ന് മാത്രം. അതുപോലെയാണ്. അപ്പോൾ പിന്നെ നിർബന്ധമായിട്ട് വായിക്കാൻ മേശമേൽ പുസ്തകം വെച്ചിട്ട് ഇരുന്ന് വായിച്ചാൽ മതി എന്നായി. അപ്പോൾ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടായത് എന്താ വെച്ചാൽ ജനലിനിട്ടിട്ടുള്ള കർട്ടൻ ഈ മേശ വിളക്കിൻ്റെ കുപ്പിയുടെ ഉള്ളിൽ കൂടെ വീണു. അവിടെയും ഒരു തീപിടുത്തണ്ടായി. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, എനിക്ക് വായിക്കാത്ത എൻ്റെ അമ്മയ്ക്കും അപ്പോൾ വായനയോട് വിരോധമില്ല. പക്ഷേ ഈ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്ക് വായനയില്ല. കാരണം അമ്മ 2 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ അത് വിടുകയും ചെയ്തു. പക്ഷെ അമ്മ എല്ലാം കാണാപ്പാടം പിടിക്കും. എല്ലാം രമണനൊക്കെ ബൈഹാർട്ടാണ് അമ്മയ്ക്ക്. ഇപ്പം ഞങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഉറക്കാൻ കിടക്കുമ്പോൾ ഈ രമണൻ ഇങ്ങനെ പാടിത്തരും. അത് എനിക്കിപ്പോൾ നല്ല ഒരു ഓർമ്മയുണ്ട്. രമണൻ അങ്ങനെ നല്ല ഈണത്തിൽ പാടുകയും ചെയ്യും. അങ്ങനെ കുറച്ച് വാഴക്കുല അങ്ങനത്തെയൊക്കെ അവരുടെ വായനയുടെ ഉള്ളിലുള്ള സംഗതികൾ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതാണ്, മറ്റ് ഉപാധികളൊന്നും ഇല്ലാത്തൊരു അന്തരീക്ഷം, വായനയോടുള്ള ഇഷ്ടം, പിന്നെ അതിൻ്റെ ഒരു പരിശീലനം,
അതിൻ്റെ ഒപ്പം തന്നെ വീട്ടിലുള്ള അങ്ങനത്തെ ഒരു വായനയുടെ ഒരു അന്തരീക്ഷം. നിങ്ങൾ എല്ലാവരും സ്കൂളിലേക്ക് അയക്കുമായിരുന്നല്ലേ? ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമായിരുന്നു. പിന്നെ കുറേ കഥകളാണ് സ്കൂളിലെ പഠിപ്പ് നിർത്തിയ കഥകളൊക്കെ ഉണ്ട്, അത് വേറെ. അല്ല, പൊതുവില് കുടുംബത്തിലുള്ളവർക്ക് കുട്ടികൾ സ്കൂളിൽ പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധമുണ്ട്. അതുണ്ട്, അത് പിന്നെ അവിടെ സ്വാഭാവികമായിട്ടും ഉള്ളത് തന്നെയാണ്. പിന്നെ കുറച്ചും കൂടിയും ഇപ്പോൾ എൻ്റെ അപ്പൻ്റെ അപ്പൻ ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ അന്നത്തെ കാലത്ത് സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ആ പാരമ്പര്യമായിരിക്കാം. ഖദർ ചെയ്തായിരിക്കുള്ളൂ, അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ല, ഒരു ഫോട്ടോ മാത്രമാണ്. അപ്പോൾ ഒരു ഖദറിൻ്റെ ഒരു വട്ടക്കഴുത്ത് കുപ്പായ ഒരു മടക്കിയ ഒരു ഷോളൊക്കെ ഇട്ടിട്ടുള്ള രൂപം ആണ് എൻ്റെ മനസ്സിലുള്ളത്, ഫോട്ടോയിലുള്ള രൂപം തന്നെയല്ല. ഇവരൊക്കെ തന്നെയും ഇങ്ങനെയാണ്. പക്ഷെ അപ്പം മാത്രം ഇടതുപക്ഷമായിരുന്നു, അപ്പം മാത്രം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എൻ്റെ ഫാദർ. അപ്പൻ ഈ KPSC നാടകങ്ങളിലൊക്കെ പിന്നാലെ ഓടും, എവിടെയുള്ളതെന്ന് വെച്ചാൽ അവിടേക്ക് പോകും. അതേപോലെ ജനിക്കുമ്പോൾ അപ്പൻ എത്ര പ്രായം ഉണ്ടാവും? ചെറുപ്പായിരിക്കും എനിക്ക്. അങ്ങനെ ടീച്ചർ 40 സ്വാതന്ത്ര്യത്തിൻ്റെ കുട്ടിയാണ്. അത് കൺഫ്യൂഷനാണ്, കാരണം എന്ന് വെച്ചാൽ സ്കൂളിൽ ചേർക്കുമ്പോൾ മാറ്റി പറയുമല്ലോ. അതെ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അമ്മയുടെ എൻ്റെ വയസ്സിനെ കുറിച്ചുള്ള ഓർമ്മ അമ്മ പറയുന്നത്, പിന്നെ 10 മാസം പ്രായമുള്ളപ്പോഴാണ് പിന്നെ ഗാന്ധിജി മരിക്കുന്നതെന്നാണ്. അതിന് അതെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അപ്പാപ്പൻ. കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗാന്ധിജി മരിച്ച വാർത്ത കേൾക്കുന്നത്. അപ്പോൾ കുട്ടിയെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊടുത്തു, അങ്ങനെ ചെരിഞ്ഞു കിടന്നു എന്നാണ് അമ്മയുടെ ഒരു ഓർമ്മയിലുള്ളത്. അപ്പോൾ എനിക്ക് 10 മാസമാണ് പ്രായം എന്ന് പറയുന്നു. അപ്പോൾ സ്കൂളിലെ വയസ്സ് ഒക്കെ കൂട്ടി പറഞ്ഞതിൻ്റെ കാര്യം കൊണ്ട് ഞാൻ സ്വാതന്ത്ര്യത്തിന് മുമ്പായി പോയി. സ്കൂൾ പരമായിട്ട് സ്വാതന്ത്ര്യത്തിന്, റെക്കോർഡിക്കലി സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. പക്ഷെ പറഞ്ഞു കേട്ട അറിവല്ലേ ഉള്ളൂ നമുക്ക്. കൃത്യമായിട്ട് അവർ അന്നത്തെ കാലത്ത് ആർക്കും അങ്ങനെയൊന്നും ഒരു സ്കൂളിൽ നിർബന്ധമൊന്നുമില്ലല്ലോ പറയാം. പിന്നെയാണ് ഈ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവരണം, ഏജ് പ്രൂഫ് വേണം എന്നൊക്കെ പറയുന്ന സംഗതി. നാച്ചുറലായിട്ട് ഇതിൻ്റെ കൂടെ വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം ടീച്ചറുടെ കാലം, കുടുംബം, അതുപോലെ തന്നെ ആ ഒരു കുടുംബത്തിന് സ്വാഭാവികമായിട്ടും പള്ളി, ബൈബിള് അങ്ങനെയുള്ളൊരു സംസ്കാരം കൂടി ഉണ്ടാവില്ല. അതിനും അപ്പനൊക്കെ എങ്ങനെയായിരുന്നു? അതെങ്ങനെയാണ്? അപ്പൻ അങ്ങനെ പള്ളിയിൽ പോകുന്ന ആളായിരുന്നില്ല. പക്ഷേ വീട് കംപ്ലീറ്റ് പള്ളിയായിരുന്നു. അതെ. അതായത് അപ്പൻ്റെ അമ്മ ഒരു വലിയ ഭക്തയാണെന്ന് പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിരന്തരം പ്രാർത്ഥനകളാണ് വീട്ടിൽ. അങ്ങനെ മടുത്തു പോയത് എനിക്ക്. 5 നേരമൊക്കെ പ്രാർത്ഥിക്കണം. രാവിലെ എഴുന്നേറ്റ് ഒരു പുലർച്ചെ പ്രാർത്ഥനയുണ്ട്, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രാർത്ഥന, എല്ലാ ഭക്ഷണങ്ങളുടെ മുമ്പും പ്രാർത്ഥനയുണ്ട്, പിന്നെ വൈകുന്നേരം ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനകൾ കൊണ്ട് ശരിക്കും നമ്മൾ കുട്ടികൾക്ക് മുഷിയേ, കാരണം മുട്ടുകുത്തി നിന്ന് വേണം ഇത് ചെയ്യാനായിട്ട്. ഉറക്കം എല്ലാവരും ചെയ്യണം, ഫാമിലി മൊത്തം വേണം. അപ്പോൾ അതൊരു പീഡനകരമായിരുന്നു സംഭവം. പിന്നെ പള്ളിയിൽ പോകണം ഞങ്ങൾ പള്ളിയുടെ കുറച്ച് അത്ര ഇതല്ല, പള്ളിയിൽ മണിയടിക്കുന്നത് വീട്ടിലേക്ക് കേൾക്കാം. തന്നെയുമല്ല ഒരു വളരെ യാഥാസ്ഥിതികമായിട്ടുള്ളൊരു കത്തോലിക്ക, സാധാരണ ദാരിദ്ര്യമില്ല എന്ന് മാത്രം, അങ്ങനത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിലുള്ള വീടായിരുന്നു. പക്ഷേ പള്ളിയുമായിട്ട് വളരെ അടുത്തും എല്ലായ്പ്പോഴും ഞാൻ പള്ളിയിൽ പോകും, ഭക്തയും കന്യാസ്ത്രീയോ ആഗ്രഹിക്കുകയൊക്കെ ചെയ്ത ആളാണ്. അത് ആ പ്രായത്തിൽ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കും. പിന്നെ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കും, കാരണം ഈ ഭക്തിയിലേക്കാണല്ലോ ഇവരെയൊക്കെ നമ്മളെ കൊണ്ടുപോകണേ. പള്ളിയുടെ അന്തരീക്ഷം, എനിക്ക് അന്തരീക്ഷം ഭയങ്കര ഇഷ്ടമാണ്. അത് കുന്തിരിക്കത്തിൻ്റെ മണം, മെഴുകുതിരിയുടെ മണം, പിന്നെന്താ പറയുക, ഒരു വേദനാജനകമായ ഒരു വെളിച്ചം, അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ പുണ്യാളന്മാരുടെയും പുണ്യാളത്തികളുടെയൊക്കെ രൂപങ്ങൾ, അനുഷ്ഠാനങ്ങളെക്കാൾ അധികം അന്തരീക്ഷമാണ് എന്നെ ആകർഷിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞങ്ങൾ ശീലിപ്പിക്കപ്പെട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഒക്ടോബർ മാസം കൊന്ത മാസമാണ്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ അവിടെ കയറി ഒരു കൊന്ത ചൊല്ലിയിട്ട് സ്കൂളിലേക്ക് പോവുക. അതേപോലെ തിരിച്ചു വരുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ കൊന്ത ചൊല്ലി എന്നുള്ളതിനെ നമ്മൾ കല്ലൊക്കെ എടുത്ത് വയ്ക്കും അവിടെ പള്ളിയുടെ ഈ അതിൽ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പരിശീലനം നമ്മൾ സ്വതന്ത്രമായിട്ട് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് പള്ളി ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്നും ക്രിസ്തു വളരെ അകലെയാണെന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നത്. വായനയില്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ ആയി പോയേനെ. കന്യാസ്ത്രീ ആവോ? അതൊന്നുമില്ല, അതൊരു തോന്നലല്ലേ. കന്യാസ്ത്രീ ആവണതിൻ്റെ ഒപ്പം തന്നെ പ്രേമം വേണമെന്നുള്ള തോന്നലും വരും. അതിന്റെ ഒരു സ്വാധീനം മനസ്സിലുണ്ടല്ലേ ഈ പള്ളി അന്തരീക്ഷം? വളരെ വളരെ. പിന്നെ എൻ്റെ ഉതപ്പ് എന്ന് പറയുന്ന നോവലിലെ കരീക്കൻ, സത്യം പറഞ്ഞാൽ അത് ഞാനാ. ഈ പള്ളിയിൽ നിന്ന് വിട്ടു പോവുക, അത് ഭൗതികമായിട്ടേ നമ്മൾ പോകുന്നുള്ളൂ.
നമ്മൾ പരിശീലിപ്പിക്കപ്പെട്ടതും നമ്മൾ ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു സ്പേസ് അവിടെയുണ്ട്. തീർച്ചയായിട്ടും ആ സ്പേസിൽ ദൈവവിശ്വാസത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല. പക്ഷെ ആ സ്പേസ് അവളൊരു വല്ലാത്തൊരു അതെ. അപ്പൊ അതുകൊണ്ട് ഈ കരീക്കൻ എന്ന് പറഞ്ഞ കഥാപാത്രം അവസാനം ഓടി രക്ഷപ്പെട്ടിട്ട് ഒരു പള്ളിയിൽ ചെന്ന് കൈകൊണ്ട് പള്ളി അടിച്ചു വാരി വൃത്തിയാക്കുന്ന അവിടെ ദൈവം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു ശാന്തതയും സമാധാനവും ഒക്കെയുള്ളൊരു അന്തരീക്ഷത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. എത്ര നേരം വേണമെങ്കിലും അങ്ങനെ ഇരിക്കാൻ പറ്റും. പ്രകൃതിയായിട്ടുള്ളൊരു ബന്ധം ഒക്കെ വരുന്നത്. ഈ ബാല്യം എന്തെങ്കിലും എന്താ പറയുക വേദനിപ്പിക്കുന്ന ഓർമ്മകൾ എന്തെങ്കിലും ഉള്ള ബാല്യമാണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഈ സർഗാത്മകത വളരാനുണ്ടായ കാരണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഓർമ്മിക്കുന്ന എന്തെങ്കിലും വേദനകളുണ്ടോ ബാല്യകാലത്ത്? വേദനകൾ പറഞ്ഞാൽ ഇപ്പോൾ ദാരിദ്ര്യം ഒരു വേദനയല്ലല്ലോ. അത് അത്ര വലിയ ബുദ്ധിമുട്ടുകൾ, ധാരാളം ബുദ്ധിമുട്ടുകളുള്ള സമയാസം ആ കാലഘട്ടത്തിലൊക്കെ. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഈ ആലാഹയുടെ പെൺമക്കളിൽ കുട്ടിപ്പാപ്പൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അത് എൻ്റെ അപ്പൻ്റെ അനിയൻ തന്നെയാണ്. അദ്ദേഹം TB പേഷ്യൻ്റ് ആയിരുന്നു. അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന ഒരു രംഗമാണ് ഓർമ്മയിലുള്ളത്. അപ്പോൾ ഒരു വലിയ ഒരു പൊക്കമുള്ള ഒരു കട്ടിൽ കുറേ ഉയരത്തിലൊക്കെ കിടക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലല്ലോ. അപ്പോൾ ഈ ചുമരിലൊക്കെ മേശവിളക്കുകൾ ഇങ്ങനെ വിളക്കുകൾ കത്തി നിൽക്കുന്നുണ്ടാവും. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ട് സാരിയും ഇതുകളൊക്കെ വെച്ചിട്ടൊരു പങ്ക ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരും മാറി മാറി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ഈ പങ്ക ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും ഇദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കാൻ. പിന്നെ ഐസ് പെട്ടികൾ നിറച്ചിട്ട് ഇങ്ങനെ തലയുടെ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ എടുത്ത് വെക്കുന്ന. അപ്പോൾ ഞങ്ങളൊക്കെ അവസാനത്തെ ഒരു ഒടുക്കത്തെ ഒപ്രഷമാന്ന് പറയും. അത് കൊടുക്കാൻ വേണ്ടി അച്ഛൻ വന്നിട്ട് അത് നടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നൊരു. അപ്പോൾ ഈ ഇളയപ്പം മരിച്ചു പോകുന്നതാണ് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ എന്നെ പേടിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയൊക്കെ ചെയ്തൊരു സന്ദർഭം ബാല്യത്തിൽ. അതാണ് അദ്ദേഹത്തോട് വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഈ പറഞ്ഞമാരെ ഗാന്ധിയൻ ആദർശങ്ങളും അതുപോലെ വീടിൻ്റെ അടുത്തൊരു ചർക്ക ക്ലാസ് നടത്തിയിരുന്നു മൂപ്പര്. വീട്ടിൽ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വലിയൊരു നെടുമ്പുര കെട്ടിയിട്ട് അതിലിങ്ങനെ ആ ഭാഗത്തു നിന്നുള്ള സ്ത്രീകളൊക്കെ വന്ന് ഇരിക്കും. അവർ നൂല് നൂൽക്കും. ഞാനും ഒക്കെ ഞങ്ങൾ നൂല് നൂറ്റിട്ട് ഇതെല്ലാം കൂടി കെട്ടി കുറുക്കഞ്ചേരിയിൽ ഒരു കസ്തൂർബ ആശ്രമമുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കും. അതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ വലിയ നല്ല ഓർമ്മകളാണ്. അതൊക്കെ ഞാൻ ആലാഹയുടെ പെൺമക്കൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പല ഭാഗത്തു നിന്നുള്ള ഇളയപ്പനൊരു വെറ്റിനറി ഡോക്ടർ കൂട്ടുകാരനുണ്ടായിരുന്നു, വർഗീസ് എന്നുണ്ട്. അദ്ദേഹം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഉണ്ട് വർഗീസും ഇദ്ദേഹം കൂടിയിട്ടാണ് ഒക്കെ നടത്തിയത്. അപ്പോൾ ഞങ്ങൾ രാവിലെ കണ്ണുറക്കുന്നത് തന്നെ രഘുപതി രാഘവ കേട്ടിട്ടാണ് ഉറക്കത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ അപ്പോഴേക്കൊക്കെ കുളിച്ച് തയ്യാറായി വന്നിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവും. തന്നെയുമല്ല പിന്നെ ഗാന്ധിയെക്കുറിച്ചിട്ടുള്ള പ്രഭാഷണമല്ല, നാടൻ പ്രഭാഷണം അവരുടേതായ രീതിയിൽ ഗാന്ധിയെക്കുറിച്ചിട്ടും സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടൊക്കെയുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് സ്വീകരിക്കാവുന്നത്ര ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ ഇളയപ്പൻ്റെ മരിക്കും എന്നുള്ളത് വല്ലാത്തൊരു വിഷമായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിലതല്ലോ. പിന്നെ എൻ്റെ ഒരു അമ്മായിയുടെ ഒരു കുഞ്ഞ് മരിച്ചത്, അങ്ങനെയൊക്കെ ഒരു കുട്ടിക്ക് താങ്ങാൻ പറ്റാത്ത വേദനകൾ, വിഷമങ്ങൾ. പിന്നെ വഴക്കുകളുണ്ടാവുമല്ലോ വീടുകളിൽ. വഴക്കുണ്ടാവുമ്പോൾ ഭയങ്കര പേടിയാണ്. അങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും എൻ്റെ ബാല്യകാലത്തിൽ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒരുപാട് കളിച്ച ഒരു കളികൾ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ നാട്ടിൻപുറത്തുള്ള കളികൾ ഉണ്ടായിരുന്നു. പിന്നെ ഏകാന്തത, ഞാനത് ഇഷ്ടപ്പെട്ടിരുന്നു. കുറച്ച് തൊടിയൊക്കെയുള്ള കാരണം കൊണ്ട് അതിൻ്റെ പിന്നിലേക്ക് പോകും ഞാൻ, ആരുമില്ലാണ്ട്. അപ്പോൾ അമ്മയൊക്കെ ചീത്ത പറയും. കാരണം അവിടെയൊക്കെ ഇല്ലിമുളം കൂട്ടങ്ങളും പ്ലാവുകളും ഇതൊക്കെയാണ്. പക്ഷെ എനിക്ക് ഈ ഇല്ലി ഇലകളൊക്കെ അങ്ങനെ വീണ് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമായി, ചവിട്ടിക്കുന്ന നടക്കാനൊക്കെ. പാമ്പുണ്ടാകുന്നൊക്കെ പറഞ്ഞൊരു പേടിപ്പിക്കും. പക്ഷെ അവിടെ പോയിട്ട് ആലാഹയുടെ പെൺമക്കളിൽ ആഞ്ഞിരിക്കുന്ന പോലെ ആ 3 പ്ലാവുകളുടെ നടുവിൽ ഞാനിങ്ങനെ ഇരിക്കും കുറേ സമയം. അപ്പോഴാണ് ഈ ആകാശം നിരീക്ഷിക്കുക. ആകാശം നിരീക്ഷിച്ച് വലിയ ഭാവനകളാണ് ആകാശത്തെ സംബന്ധിച്ചിടത്തോളം. സ്കൂൾ പഠനം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വളരെ നേരത്തെ വിവാഹം കഴിഞ്ഞു പോയില്ലേ? അത് എങ്ങനെയാണ് പഠനത്തെ ബാധിച്ചോ? എങ്ങനെയായിരുന്നു അത്? അന്നൊക്കെ കത്തോലിക്ക കുടുംബങ്ങളിൽ ഉള്ള ഒരു സംഭവം എന്താ വെച്ചാൽ പെൺകുട്ടികൾ വലുതായി ഉടനെ കല്യാണം കഴിച്ചു കൊടുക്കണം. ഒന്ന് എൻ്റെ അമ്മേരെ പേടി പെൺകുട്ടികൾ ചീത്തയാവും എന്നുള്ളതാണ്. അതെനിക്ക് ഇപ്പോഴും ദേഷ്യം തീർന്നിട്ടില്ല. നമ്മള് ചീത്തയാവാൻ നേരത്തതില്ലേ, അതാണ്. അപ്പോൾ എന്തിനാണ് ഈ പേടിച്ചെന്നുള്ളതോ
അല്ലെങ്കിൽ കുട്ടികൾ പഠിച്ച് ജോലിയാവട്ടെ എന്നുള്ളതൊക്കെ അപ്പൻ പറയുമെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അമ്മേരെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ, ഞങ്ങൾ 3 വയസ്സിൻ്റെ താഴെ 3 വയസ്സിലാണ് കുട്ടികൾ. അവർ ആദ്യത്തെ 3 പെൺകുട്ടികളാണ്. അപ്പം അമ്മ പറയുന്നത് 3 കൂടി ഒന്നിച്ച് വളർന്നു വന്നാൽ എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കും, എങ്ങനെയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് വരുന്ന കല്യാണം ഉടനെ നടത്തണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. നേരത്തെ എനിക്ക് 16 വയസ്സ് കഴിഞ്ഞിട്ടില്ല, എൻ്റെ അനിയത്തിക്ക് 15 വയസ്സ് 15 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. മറ്റേ അനിയത്തി പിന്നെ എനിക്കൊക്കെ ബോധമുള്ള കാരണം കൊണ്ട് ഞാൻ സമ്മതിച്ചില്ല. ആ കുട്ടി പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് അവൾ കുറച്ച് പഠിച്ചു. അങ്ങനെ അപ്പം നേരത്തെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ. അപ്പോൾ പഠനം നിർത്തിയോ? ഇല്ല, 9ാം ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. ഒരു ഹാഫ് ഇയർലി എക്സാമിൻ്റെ സമയത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു, എന്നെ കല്യാണം കഴിച്ചു കൊടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര കർഷക കുടുംബം. അടുത്ത് തന്നെയാണ്? അടുത്തല്ല, കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് തിരൂരിൻ്റെ പൂമല. അപ്പോൾ അവിടെ വലിയ കർഷക കുടുംബമാണ് അവർ. കുറേ ഏക്കറുകളോളം ഭൂമിയും പിന്നെ അങ്ങനെയുള്ളൊരു അവസ്ഥ. എനിക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ളൊരു സിറ്റുവേഷനായിരുന്നു അവിടെ. അവിടെ ചെന്ന് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടോ ഇത് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ അവിടെ ഒന്നും പറ്റില്ലല്ലോ, അപ്പോൾ പഠിച്ചോളാൻ സമ്മതിച്ചു. അങ്ങനെ ഞാൻ തിരിച്ചു പോകുന്നു. അവരും അങ്ങനെ യാഥാസ്ഥിതിക കുടുംബമായിരുന്നില്ല? ആരാ? ആ വീട്ടിലും പുതിയ ഭർത്താവിൻ്റെ വീടോ? അവരും വളരെ യാഥാസ്ഥിതിക കത്തോലിക്കരായിരുന്നു. പക്ഷെ അവർ കർഷകരായിരുന്നു, ശക്തരായിരുന്നു. എല്ലാ മനുഷ്യരും ശക്തരായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ CPM പ്രവർത്തകനായിരുന്നു ആ സമയത്ത്. അന്നേ നല്ല സഖാവാണ്. പിന്നെ അതിലാണ് കൂടുതൽ ശ്രദ്ധ. പിന്നെ കൃഷിയും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ചെറിയ ജോലി എന്തോ ഉണ്ടായിരുന്നു. അതൊക്കെ വിട്ടിട്ട് തന്നെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ CPM മനോഭാവം ടീച്ചറിനെ സഹായിച്ചിട്ടുണ്ട് വളരെ. പഠിക്കാനൊക്കെ പിന്നെ വളരെ. അല്ല, എൻ്റെ അപ്പൻ അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ അപ്പൻ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൻ്റെ ഒരു പ്രധാന കാരണം ഇദ്ദേഹം സഖാവാന്നുള്ളതും കൂടിയായിരുന്നു. നല്ല മനുഷ്യരാണ്, സഖാവാണ്. അതാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നല്ല മനുഷ്യരാണ്, നല്ല സഖാവാണ്. ഈ വിവാഹം കഴിക്കുമ്പോൾ വിവാഹത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു ടീച്ചർക്ക് 16ാമത്തെ വയസ്സിൽ? ഒന്നുമില്ല. ആകെ ഉണ്ടായിരുന്നു ഇദ്ദേഹം പെണ്ണ് കാണാൻ വരും. എന്നെ ആകെ പെണ്ണ് കാണാൻ വന്നതാണ് അദ്ദേഹം. ആദ്യം ഒന്നും കണ്ടു. അപ്പം ഞാൻ കളിക്കുക, ഈ നമ്മൾ തായം കളിക്കില്ലേ, അപ്പം ഞങ്ങൾ കുട്ടികളൊക്കെ കൂടി മുറ്റത്ത് തായം വരച്ച് ഞങ്ങൾ കള്ളി വരച്ച് കളിച്ചു. ചാടിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് വരുന്നത്. ഞാൻ മൈൻഡ് ചെയ്തില്ല, ആരൊക്കെ വരുന്നു പോകണം, അപ്പനെ കാണാൻ വന്നതായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുന്നു. അത് പെണ്ണ് കാണലായിരുന്നു എന്ന് പിന്നെ മനസ്സിലാണ്. അദ്ദേഹം പോയി, അദ്ദേഹത്തിന് തീരുമാനമായി. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പഠിക്കുന്നു, ജോലി കിട്ടുന്നു അല്ലേ? അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, എനിക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആഘോഷം എന്നേ ഉള്ളൂ മനസ്സിൽ. വലിയ ആഘോഷങ്ങൾ വരാൻ പോണ, ആഭരണങ്ങൾ വരും. പിന്നെ സാരി ഒന്നും അതുവരെ ഉടുത്തിട്ടില്ലല്ലോ, പലതും കിട്ടും. പിന്നെ എല്ലാവരുടെയും ഒരു ശ്രദ്ധാപാത്രമാവും. അങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികളാണ്. പിന്നെ നാട്ടിൻപുറത്ത് നടക്കുന്ന കല്യാണങ്ങളൊക്കെ പോയി കാണും. വലിയ ആകാംക്ഷയോട് കൂടിയിട്ട് അടുത്ത വീടുകളിലെ പെൺകുട്ടികളുടെയൊക്കെ കല്യാണങ്ങൾ കാണും. പിന്നെ വളർത്തുന്നതും അങ്ങനെയാണ് സുധീർ. അതായത് കല്യാണം കഴിക്കലാണ് ഒരു പെൺകുട്ടിയുടെ ലക്ഷ്യം എന്നുള്ള മാതിരിയാണ് വളർത്തുന്നത്. അപ്പോൾ അതന്നെയാണ് നമ്മളും സംശീകരിക്കുന്നത്. അപ്പോൾ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ അടുക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ. എന്താണ് വിവാഹം, എന്താണ് പ്രണയം, അല്ലെങ്കിൽ എന്താണ് ലൈംഗികത, ഇതൊന്നും യാതൊരു അന്തമില്ല. ഒന്നും അറിയില്ല. കളിക്കുന്നിടത്തുനിന്ന് പിടിച്ചുകൊണ്ട് പോയി കല്യാണം കഴിച്ചു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും അതുമാതിരിയേ ഉള്ളൂ. പക്ഷേ പിന്നെ അത് നിവൃത്തിയില്ലല്ലോ, നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്തായി പോകും. അപ്പം പിന്നീട് ആ വീട്ടിലായി താമസം അല്ലേ? ആ വീട്ടിലായിരുന്നില്ല, കാരണം ഞാൻ പഠിക്കാൻ വേണ്ടി എൻ്റെ സ്കൂള് തിരിച്ചിങ്ങോട്ട് വന്നു. പിന്നെ പഠിപ്പ് SSLCക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങി ഞാൻ പാസ്സായി. അപ്പോൾ എല്ലാവരും പറഞ്ഞ കല്യാണം കഴിഞ്ഞൊന്നും ശരിയാവില്ല എന്നാ. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് വിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ കാരുണ്യത്തിലാണല്ലോ നമ്മുടെ പഠിപ്പ്. ആ സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സെൻറ്റ് മേരീസിൽ എനിക്ക് സീറ്റ് കിട്ടുകയും ചെയ്യും. കാരണം അന്നൊക്കെ ഫസ്റ്റ് ക്ലാസ് കിട്ടൽ വളരെ അപൂർവമാണ്. അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൃഷിയും വാർഷിക വരുമാനങ്ങളുണ്ട്, പക്ഷേ ഡെയിലി വരുമാനം കുറവാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കുറേ പശുക്കളും അങ്ങനത്തെ കാർഷികമായത് ആലോചിക്കാമല്ലോ. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ പഠിക്കുന്നു, ഭർത്താവിൻ്റെ അനിയൻ പഠിക്കുന്നു, ഭർത്താവിൻ്റെ പെങ്ങളൊരു കുട്ടി പഠിക്കുന്നു. മറ്റേ 3 ചേച്ചിമാരെയൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി. അപ്പോൾ ആരെ പഠിപ്പിക്കും? സ്വാഭാവികമായും പണം ചെലവാക്കി പഠിപ്പിക്കുക, ആൺകുട്ടിയെ ആയിരിക്കുമല്ലോ. അപ്പോൾ അയാളെ കോളേജിൽ വിടുകയും എന്നെ TTCക്ക് വിടുകയും ചെയ്തു. അപ്പോൾ TTCക്ക് വിടാനുള്ള കാരണം ജോസഫിനൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വിചാരിച്ചതെന്ന് വെച്ചാൽ പള്ളിയിൽ സ്കൂളുണ്ട്, പള്ളി വക സ്കൂളുണ്ട്.
പാസ്സായി വന്നാൽ ഞാൻ പാസ്സാവുന്നുള്ള ഉറപ്പാണ്. പാസ്സായി വന്ന ഉടനെ ജോലിയാണ് അവിടെ. അങ്ങനെ ആ ജോലി കിട്ടി. നിങ്ങൾ തമ്മിലൊരു സൗഹൃദത്തിലാണോ ആദ്യം തൊട്ടേ? എങ്ങനെയാണ് സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വയസ്സിന്റെ വളരെ വ്യത്യാസമുണ്ട്. ഉണ്ടല്ലേ? വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് പിന്നെ തന്നെയല്ല, ഈ മനസ്സും നമ്മുടെ ശരീരവും ഡെവലപ്പ് ചെയ്യാത്തൊരവസ്ഥയിലുള്ള കൂട്ടിക്കെട്ടലുകളാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. ഞാൻ ഭയങ്കര സങ്കല്പജീവി, സ്വപ്നജീവി, ഭയങ്കര കാൽപ്പനികം, ഭയങ്കര സൗന്ദര്യബോധം, അങ്ങനെയൊക്കെയാണ്. അതിന്റെ കൂട്ടത്തിൽ കൂടെ ഇദ്ദേഹം വളരെ ഉറച്ചൊരു മനുഷ്യൻ, വളരെ കമ്മ്യൂണിസ്റ്റ്. ഞാൻ തന്നെ ഇതിൽ കാൽപ്പനികതയ്ക്കൊന്നും നേരില്ല അവിടെ. പാർട്ടി പ്രവർത്തനം, കാർഷിക വൃത്തിയും കഴിഞ്ഞിട്ട് അവിടെ ആ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം വേറിട്ട ഒന്നല്ലേ, വളരെ സ്ട്രഗിൾ ചെയ്തൊരു സമയമല്ലേ. ഞാൻ മൂല്യങ്ങൾ പഠിച്ചത് അദ്ദേഹത്തിന്. അപ്പോഴേക്ക് പാർട്ടി പിളർന്നോ? പാർട്ടി പിളരുന്നത് കുറച്ച് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു. എൻ്റെ അതെ 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 എൻ്റെ മകൻ ഉള്ളപ്പോൾ, സംഗീതം ജനിച്ചിട്ടില്ല, 62 ആയിരിക്കും. അതെ അതെ. ആ പാർട്ടി പ്രവർത്തന സമയത്തൊക്കെ ഇദ്ദേഹത്തിന്റെ വേവലാതി കണ്ടിരിക്കൊന്നും മനസ്സിലായില്ല. അദ്ദേഹം CPM. അപ്പൻ ഇല്ല, അപ്പം മരിച്ചു. അപ്പം മരിച്ചു, ഭാഗ്യം. അപ്പൻ അല്ലെങ്കിൽ ചത്തുപോയി തന്നെ. അതെ. പിന്നെ പക്ഷേ ഇദ്ദേഹത്തിന് അച്യുതമേനോനായിട്ട് VV രാഘവനായിട്ടൊക്കെയുള്ള വലിയ അഗാധമായിട്ടുള്ള സൗഹൃദങ്ങളുണ്ടായിരുന്നു. ജോസഫിനെ അവരുടെ ഒരു വലിയ ആരാധകനൊക്കെ ആയിട്ട് അവതരിപ്പിക്കുന്നതാണ്. പക്ഷേ എന്താ പറയുക, എനിക്ക് ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ 68 ജോലിയിൽ കയറുന്നത്. എവിടെ? സ്കൂളിൽ 64 ഞാൻ SSLC കഴിഞ്ഞു. ജോലി കിട്ടി. അതെ അതെ. SSLC പാസ്സായത് 64 68 ജോലിയിൽ കയറി. പള്ളിയുടെ സ്കൂളിലാണ്. അപ്പോൾ ജോലിയിൽ കയറി കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടുത്തെ ലൈബ്രറി കണ്ടപ്പോൾ എനിക്കാകെ സന്തോഷം. തിരൂര് നല്ലൊരു ലൈബ്രറി ഉണ്ട് ഞങ്ങളുടെ സ്കൂളിൽ. CP ആൻ്റണി മാഷായിരുന്നു ഹെഡ് മാഷ്. അവിടെ നല്ല വായനക്കാരായിട്ടുള്ള കുറേ സാറുമാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മണ്ണത്ത് ലക്ഷ്മിനാരായണ മേനോൻ ആയിരുന്നു മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. അത് ഇപ്പോൾ പറഞ്ഞാൽ അറിയും. അത് കുട്ടിയുടെ പേര് ഒരു ഹാസ്യ ഇതുകളൊക്കെ എഴുതുന്ന ഒരു നന്ദനൻ, നല്ല മറക്കാൻ പാടില്ലാത്ത പേരാണ് എനിക്ക്. അപ്പോൾ ലക്ഷ്മിനാരായണ മേനോൻ മാഷ് എൻ്റെ ക്ലാസ്സുകൾ, കുട്ടി UP സ്കൂളിലല്ലേ, ഞാൻ പദ്യമൊക്കെ ചൊല്ലി പഠിപ്പിക്കുന്നത് കേട്ടിട്ട് മാഷ് ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യും. മാഷ് ഹൈസ്കൂളിലാണ്. എന്നിട്ട് അപ്പോൾ അന്ന് തന്നെ ഞാൻ ചെറിയ എൻ്റെ അപ്പനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചെറിയ കവിതകളൊക്കെ എഴുതുമായിരുന്നു, ചെറിയ കുട്ടി കവിതകൾ. അതെഴുതി ഒരിക്കൽ മാഷ് കാണുകയുണ്ടായി. മാഷ് കണ്ടപ്പോൾ മാഷ് അത് മേടിച്ചിട്ട് വായിച്ചിട്ട് സ്റ്റാഫ് റൂമിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു കവയത്രി ജന്മം കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ അംഗീകാരം. എന്നിട്ട് മാഷ് അത് ഉറക്കെ വായിച്ചു. ആദ്യത്തെ അംഗീകാരമല്ല കേട്ടോ, ആദ്യത്തെ അംഗീകാരം എനിക്ക് കിട്ടിയത് എൻ്റെ മലയാളം പണ്ഡിറ്റിൽ നിന്നാണ്. 9ാം ക്ലാസ്സിൽ, 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ ഒരു കവിത എഴുതി. ആദ്യത്തെ കവിത അതാണ്, ആദ്യത്തെ എഴുത്തതാണ്. അത് എടശ്ശേരിയുടെ കവിതയൊക്കെ അനുകരിച്ചുകൊണ്ട് എഴുതിയതാണ്. ഒരു നെല്ലുകുത്തുകാരി പാറു, അവൾ മൂവന്തി നേരത്ത് 3 നെല്ലുമായി പാറു ആ വീട്ടിൽ പടിയിറങ്ങി. അതാണ് അതിൻ്റെ തുടക്കം. 8ാം ക്ലാസ്സിലെ കവിതയുടെ വരികളാണ്, ഓർമ്മയുണ്ട്. അപ്പോൾ പാറു ആ വീട്ടിൽ പടിയിറങ്ങി. പിന്നെ പാറുവിൻ്റെ പ്രാരബ്ധങ്ങൾ, പിന്നെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, കുട്ടികളുടെ നീണ്ട കവിത, കഥാകവിതയായിരുന്നു. അങ്ങനെ അത് എഴുതി. അപ്പോൾ അന്ന് മലയാളം പണ്ഡിറ്റ് മാഷാണ് എന്നെ എഴുതുന്നത്. പിന്നെ ഈ അവിടുത്തെ വെള്ളിയാഴ്ചത്തെ ക്ലാസ്സുകളുണ്ടല്ലോ, അതിലൊക്കെയാണ് ഈ വലിയ അഭിനന്ദനങ്ങളൊക്കെ വന്നിട്ട്. വീട്ടിലറിയായിരുന്നു ഇത്? എൻ്റെ അപ്പനറിയാം, മറ്റുള്ളവർക്ക് അങ്ങനെയൊന്നും അറിയാമെന്നാൽ. അത് എനിക്ക് വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ സമയത്തൊക്കെ എഴുതുന്ന കുട്ടികളെ പോലെയുള്ള സംഗതികളാണ്. അപ്പോൾ അതൊക്കെ ഈ മലയാളം എക്സ്പ്രസ് ഉണ്ടല്ലോ, നമ്മുടെ എക്സ്പ്രസ് ദിനപത്രം, അതിൻ്റെ സൺഡേ പേജിൽ കുട്ടികളുടെ ഒരു അതിൽ അച്ചടിച്ച് വന്നിട്ടുണ്ടായിരുന്നു പലതും. അപ്പോൾ കുറേ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ എൻ്റെ അപ്പം പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പൻ്റെ ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കാൻ നേരത്ത് അലമാരിയൊക്കെ തുറന്ന് പരിശോധിച്ചപ്പോൾ എൻ്റെ എല്ലാ കവിതകളും വെട്ടി ഒരു ഫയലിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കവിതകളും വെട്ടി കഷ്ണാക്കിയിട്ട് ഇത് പക്ഷെ എൻ്റെ നല്ല സൃഷ്ടികളൊന്നും വരുന്ന നേരത്ത് അദ്ദേഹം ഉണ്ടായില്ല, അതിന് മുന്നേ മരിച്ചുപോയി.
നല്ലതെന്ന് പറഞ്ഞാൽ പിന്നീട് കുറച്ചുകൂടി എഴുത്തുകാരി എന്നുള്ള രീതിയിൽ അറിയപ്പെടുമ്പോഴേക്കും അച്ഛനില്ലാതെ പോയി. അതിലേക്കൊന്നും അദ്ദേഹം ജീവിച്ചിരുന്നില്ല. അതാണ്. സ്കൂളിലെ ഈ മാഷ് കവിത സ്റ്റാഫ് റൂമിൽ ചൊല്ലിയെടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ മാഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറൊക്കെ പഠിച്ചൂടെ? കാരണം ഞാൻ ലൈബ്രറി ഇങ്ങനെ തുരുതുരാ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുസ്തകങ്ങൾ. അതെ, ഈ പുസ്തകം എടുക്കുക, വായിക്കുക, തിരിച്ചു കൊടുക്കുക, വായിക്കുക, തിരിച്ചു കൊടുക്കുക. അവർക്ക് ശല്യമാവണ വിധത്തിലായിരുന്നു എന്നെ കൊണ്ട്. അപ്പോൾ ലക്ഷ്മണ മാഷ് ഇത് ശ്രദ്ധിച്ചു. മാഷ് ചോദിച്ചു, കുട്ടിക്ക് പഠിച്ചൂടെ ചോദിച്ചു. അപ്പോഴാണ് എൻ്റെ തലയിൽ ആ ഒരു വെളിച്ചം. പ്രൈവറ്റായിട്ട് പഠിക്കാം എന്നുള്ളൊരു ഐഡിയ തന്നു. എനിക്കൊന്നും അങ്ങനത്തെ ഐഡിയ ഒന്നുമില്ല. കോളേജിൽ പോകാൻ പറ്റിയതിൻ്റെ സങ്കടം ഇല്ലായിരുന്നുള്ളൂ. അപ്പോൾ പഠിച്ചുകൂടെ ചോദിച്ചപ്പോൾ പ്രൈവറ്റായിട്ട് പഠിക്കാം, മലയാളം വിദ്വാന് ചേർന്നോളൂ പറഞ്ഞു. അപ്പോൾ എന്തേ മലയാളം വിദ്വാനൊന്നും നമുക്കറിയില്ല. മാഷ് പറഞ്ഞത് നല്ലൊരു കോഴ്സാണ് മലയാളം മാഷ് മലയാളം വിദ്വാനാന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അറിയില്ല. അത് BA-ക്ക് ഇക്വലൻ്റ് ആണ്, അത് പഠിച്ചോളൂ, എന്നിട്ട് ഹൈസ്കൂളിലേക്കൊക്കെ കയറ്റം കിട്ടട്ടെ, UP സ്കൂളിൽ തന്നെ ജോലി ചെയ്യണം നിർബന്ധമില്ലല്ലോ. അങ്ങനെ പിന്നെ മലയാളം വിദ്വാനെ എന്ത് ചെയ്യണം, വിദ്വാർത്ഥിയാവാൻ എന്ത് ചെയ്യണം എന്നുള്ളതിന് മാഷെന്നെ വഴികൾ പറഞ്ഞു തന്നു. യൂണിവേഴ്സിറ്റിയിൽ പോയി അന്വേഷിച്ചു. അങ്ങനെ അവിടെ മലയാളം വിദ്വാൻ കോഴ്സിന് ചേർന്നു. ഇവിടെ പഠിപ്പിക്കുമ്പോൾ തന്നെ ചേർന്നു. പ്രൈവറ്റായിട്ട് പഠിച്ചാൽ മതിയല്ലോ. അപ്പോൾ മാഷ് കുറച്ച് വീട്ടിൽ തടസ്സങ്ങളില്ല. വീട്ടിലെന്ന് പറഞ്ഞാൽ തടസ്സമില്ല, പക്ഷേ ഫാമിലി മെമ്പേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. കാരണം എന്താ വെച്ചാൽ അവരുടെ ജോലിയുടെ സമയം, അങ്ങനെയുള്ള പല സമയങ്ങൾ ഞാൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് പക്ഷേ എനിക്ക് കാര്യമാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ കിടക്കല്ലേ. ഒരു ഭയങ്കര ഇല്ല. മലയാളം വിദ്വാന്റെ സമയത്തേക്ക് ഗീത ആയിട്ടുണ്ട്. ഗീത TTCക്ക് പോകുമ്പോൾ ഗീത ഉണ്ടായിരുന്നു. മൂത്ത മകള് TTCക്ക് പോകുമ്പോഴാണ്. മലയാളം വിദ്വാൻ 4 കൊല്ലത്തെ കോഴ്സായിരുന്നു. ആദ്യം ഒരു പ്രിലിമിനറി, പിന്നെ 3 കൊല്ലം അതിൻ്റെ ഫൈനൽ. അതിലൊക്കെ നല്ല മാർക്ക് വാങ്ങിയിട്ട് തന്നെ ഞാൻ പാസ്സായി. പക്ഷേ അപ്പോഴാണ് അറിയണത് ഇത് ഡിഗ്രിക്ക് ഈക്വലൻ്റ് ആവണമെങ്കിൽ പാർട്ട് 1 എഴുതണം, ഇംഗ്ലീഷ് എഴുതണം. ഉടനെ ചേർന്നു പാർട്ട് 1 ക്ലാസ്സിന്. ഒട്ടും സമയം പാഴാക്കിയില്ല എന്നാണ് ഈ പറയുന്നത്. അങ്ങനെ പാർട്ട് 1 എഴുതിയെടുത്തു. അപ്പോൾ തന്നെ അപ്പോഴും ഇവരൊക്കെ പറഞ്ഞു MA-ക്ക് ചേരൂ, എന്തിനാ പഠിച്ചേക്കണേ. അങ്ങനെ MA-ക്ക് ചേർന്നു. അപ്പോഴൊക്കെ ഇത് പ്രൈവറ്റായിട്ട് പഠിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നല്ലപോലെ. അത് എന്താണെന്ന് വെച്ചാൽ ഈ ഹസ്ബൻഡിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു 3-3.5-4 കിലോമീറ്ററോളം നടന്നാലേ എത്തൂ. വാഹന സൗകര്യങ്ങളൊന്നുമില്ല. നടക്കന്നെ വേണം. അതൊന്ന്. അതിൽ ഏറ്റവും സഹായകരമായത് ഈ തിരൂർ സ്കൂളിൽ ഷിഫ്റ്റ് സമ്പ്രദായമായിരുന്നു. രാവിലെ 8 തൊട്ട് 12:30 വരെയാണ്. പിന്നെ സാഹിത്യ അക്കാദമി, അതാണ് സാഹിത്യ അക്കാദമിയാണ് സഹായിച്ചത്. അപ്പോൾ 12:30 കഴിഞ്ഞാൽ ഞാൻ ബസ് കയറി സാഹിത്യ അക്കാദമിയിലെത്തും. അവിടെ ഭാസ്കർ മേനോനാണ് അന്ന് ലൈബ്രറിയൻ, രാഘവേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങൾ ലൈബ്രറിയിൽ കയറി ചെന്ന് പുസ്തകങ്ങളുടെ ലിസ്റ്റ് എഴുതി കൊടുത്താൽ, അന്ന് ഈ ബിൽഡിംഗ് ഒന്നും ഇങ്ങനെ ഇല്ല, വലിയൊരു വരാന്തയാണ് പുറത്ത്, 4 ചുറ്റും വരാന്തയാണ്. ആ വരാന്തയുടെ അറ്റത്താണ് എഴുത്തുകാരൊക്കെ വന്നാൽ താമസിക്കാനുള്ള മുറി. അപ്പോൾ ആ വരാന്തയിൽ ഒരു നീണ്ട മേശയുണ്ട്, 2 ബെഞ്ചുണ്ട്, കുട്ടികൾക്ക് അവിടെ വന്നിരുന്ന് റെഫർ ചെയ്യാം. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ അന്ന് ഹിരണ്യൻ, ഗീതാ ഹിരണ്യൻ, അതുപോലെ തന്നെ വസന്ത, അങ്ങനെ കുറേ പേര് കേരളോർമയിൽ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികളും വരും. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രയാസം, ഗ്രാമറൊന്നും എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല, ലിംഗ്വിസ്റ്റിക്സ് എനിക്ക് പ്രയാസമായിരുന്നു. കാരണം അത് ഒരു അപരിചിതമായ ഒരു സംഭവമായിരുന്നു. സംസ്കൃതം എനിക്ക് ഇഷ്ടമായിരുന്നു പഠിക്കാനായിട്ട്. അപ്പോൾ KP നാരായണ പിഷാരടി ഉണ്ട് സബ് അതായിരുന്നു. KP നാരായണ പിഷാരടി മാഷ്, CL ആൻ്റണി മാഷ്, ഇവരൊക്കെ എന്നെ ശിഷ്യത്തെയാക്കി സഹായിച്ചു. KP നാരായണ മാഷെടുത്ത് പിന്നെ എന്താ പറയുക, ശാകുന്തളം, അതുപോലെ തന്നെ പലതും ഞാൻ മാഷെടുത്തു നിന്നാണ് പോയിട്ടുള്ളത്. CL ആൻ്റണി മാഷാണ് എനിക്ക് ലിംഗ്വിസ്റ്റിക്സ് പഠിപ്പിച്ചത്. അതിൽ മാഷ് നല്ല രസമാണ്. മാഷക്കൊരു സ്പെയർ പാർട്സിൻ്റെ കടയുണ്ട് തൃശ്ശൂർ, മകൻ്റെ മറ്റേ തോന്നുന്നു. മാഷ് കുറേ നേരം അവിടെ ഉണ്ടാവും. അവിടെ പോയിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഈ പട്ടാള റോഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ സാധാരണ ഞങ്ങളൊന്നും പെൺകുട്ടികളൊന്നും പോവാത്ത സ്ഥലമാണ്. എൻ്റെ വീട്ടിൽ നിന്നെന്ന് പറഞ്ഞാൽ എന്നെ ഓടിക്കും. അത് എന്തിനാണെന്നും എനിക്കറിയില്ല, യാതൊരു ഐഡിയ ഇല്ല. ആണുങ്ങൾ മാത്രമുള്ള സ്ഥലത്തേക്ക് പെണ്ണുങ്ങൾ പോകരുത്, അത്രയേ ഉള്ളൂ എൻ്റെ അടിസ്ഥാനം. പക്ഷേ പട്ടാള റോഡിൽ CL ആൻ്റണി മാഷ് കടയിലേക്ക് ഞാൻ കയറി ചെന്നു. മാഷ് ഈ പെൺകുട്ടി വന്നപ്പോൾ എന്താന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞു മാഷ് എങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെയാണോ, ശരി ഇരിക്കൂ. എന്നിട്ട് കുറേ നട്ടും ബോൾട്ടൊക്കെ കാട്ടിയിരുന്നു. ഈ നട്ടും ബോൾട്ടൊക്കെ കണ്ടു. ഇത് കൂട്ടി ഇണക്കിയാലാണ് ഓരോന്നുണ്ടാവുക, യന്ത്രങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കും. ഇതന്നെ ഗ്രാമറും
ഞാൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ആ ശരി, അപ്പോൾ ഒഴിവ് പോലെ ഞായറാഴ്ചകളിൽ വരിക ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ മാഷെടുത്ത് പറയും, മാഷ് ഇത് ഞാൻ എങ്ങനെ പഠിക്കുക, ഇവരൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്നതല്ലേ. അപ്പോൾ മാഷ് പറയും, കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗേറ്റിൽ നിന്നിട്ട് ബസ് കാത്തുക്കില്ലേ, ആ ബസ് കാത്ത് നിൽക്കുമ്പോൾ വിചാരിക്കണം, അയ്യോ ഞാനെങ്ങനെ തൃശ്ശൂർക്ക് എത്തുകയെന്ന് വിചാരിച്ചാൽ തൃശ്ശൂർ എത്തും ഇല്ല, ബസ് വരണം, കാണിക്കണം, അതിൽ കയറണം, ബസ് ഓടണം, തൃശ്ശൂർ എത്തണം, ഇത്രേ തന്നെ ഉള്ളൂ. ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് മാഷ്, ഭയങ്കര സപ്പോർട്ടായിരുന്നു. സിലാനൻ മാഷ് പറഞ്ഞാൽ എന്താ പറയുക, നരണപിഷാരടി മാഷും രണ്ടുപേരും. എം എ പാസ്സായി, എം എ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി, നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പം തന്നെ ഭാഗ്യത്തിന് PSC വന്നു, ആ കൊല്ലം PSC എഴുതി. 78 ഞാൻ പട്ടാമ്പി കോളേജിൽ ജോയിൻ ചെയ്തു. 10 കൊല്ലം കൊണ്ട് ഈ എല്ലാ പഠിപ്പും എല്ലാം പൂർത്തിയായി. 78 മാർച്ച് 31 പട്ടാമ്പിയിൽ ജോയിൻ ചെയ്തു. അപ്പോഴേ കവിയായോ? അപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുകഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ചെറുകഥ ജനയുഗത്തിലാണ് വന്നത്. ആദ്യം കവിയായിരുന്നില്ലേ? കവിയായിരുന്നു. കവിതയൊക്കെ കുറെ എഴുതിയിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടത് ഉപേക്ഷിക്കേണ്ടായത്. കാരണം എന്താ അറിയോ, ഇപ്പോൾ എനിക്കറിയാം ഞാൻ എഴുതുന്ന കവിതകളൊന്നും അത്ര ഗംഭീരമായിട്ടുള്ള സംഗതികളല്ല എന്നറിയാം. ഒരിക്കൽ അന്നൊക്കെ കവിയരങ്ങുകൾ വലിയ കൊണ്ടാട്ടം. എനിക്ക് നന്നായിട്ട് കവിത ചൊല്ലാനറിയാം. അപ്പം ഞാൻ ഓരോ കവിത ചൊല്ലുമ്പോൾ അഭിനന്ദനങ്ങളൊക്കെ കിട്ടും. അപ്പം ഞാൻ എന്നോട് പറയും, ചൊല്ലി ഫലിപ്പിച്ചതാണ്, അല്ലാണ്ട് കവിതയിൽ ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ. എടശ്ശേരിയും ഒക്കെ ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട്, വൈലോപ്പിള്ളിയൊക്കെ. അന്നത്തെ ഒരു മാതൃഭൂമിയിലൊക്കെ അച്ചടിച്ച് വരുമോ, കാസർഗോഡ് സാഹിത്യ പരിഷത്തിന് 1ാം സമ്മാനം കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും എനിക്കറിയാം അത് പോരാന്നറിയാം. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ കുന്നംകുളത്ത് ബോധി എന്ന് പറഞ്ഞിട്ടൊരു പാരലൽ കോളേജ് ഉണ്ട്. ആ പാരലൽ കോളേജ് സംഘടിപ്പിച്ച ഒരു കവിയരങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അവിടെ ബാലേന്ദ്രൻ ചുള്ളിക്കാടും ഉണ്ട് കവിത. ആ ചടങ്ങിൽ അതിൽ കവിയരങ്ങുന്നുണ്ട്. വലിയ മെലിഞ്ഞ ബാലൻ വന്നിട്ട് യാത്രാമൊഴി ചൊല്ലി. യാത്രാമൊഴി ചൊല്ലി ഞാൻ സ്തബ്ധയായിട്ടിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഇതാണ് കവിത, അല്ലാതെ കണ്ട് ഞാൻ എഴുതുന്നൊന്നും കവിത. അങ്ങനെയാണ് അവസാനിപ്പിച്ചത്. അങ്ങനെ ഞാൻ കവിത അങ്ങനെ ദ്രോഹം ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ തന്നെയല്ല, എനിക്കറിയായിരുന്നു ഈ കവിതയുടെ അപ്പുറത്ത് എനിക്ക് കുറച്ചും കൂടി പറയാൻ കഴിയുന്ന മറ്റൊരു മീഡിയം എന്നുള്ള രീതിയിലാണ് ചെറുകഥ. പിന്നെ കുറച്ച് കവിത എന്ന് പറയുമ്പോഴേ നമ്മൾ എന്താ പറയുക, ഉയിര് കൊടുത്ത് എഴുതണം അല്ലേ, അങ്ങനെയാണ് കവിതയുടെ. ചെറുകഥയ്ക്ക് ചെറുകഥ എഴുതുമ്പോൾ നമുക്ക് കുറച്ചൊരു സാവകാശം ഇതൊക്കെ ഉണ്ട്. കാരണം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സ്പേസ് ഉണ്ട്. ആദ്യത്തെ കഥ വന്നത് ജനയുഗത്തിലാണ്. അപ്പോൾ ആ കഥ ഞാൻ ഒരു തൂലികാനാമത്തിൽ, അന്ന് എനിക്ക് തൂലികാനാമം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരമായിരുന്നു. കാരണം വെച്ചാൽ എല്ലാവർക്കും തൂലികാനാമം ഉണ്ട്. ഉറൂബ് എന്ന് കേട്ടപ്പോഴേക്കും എനിക്ക് എന്തൊരു തൂലികാനാമം അത്. പിന്നെ നോക്കിയപ്പോൾ പലർക്കും കോവിലൻ, ഉറൂബ്, അങ്ങനെ തൂലികാനാമങ്ങളുടെ ഒരു കളി, വിലാസിനി. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും തൂലികാനാമത്തിൽ തന്നെ അതില്ലെങ്കിൽ ഒരു മോശം. അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടേക്ക് ഒരു തൂലികാനാമം കിട്ടുന്നില്ല. കുറേ ആലോചിച്ചു. അപ്പോൾ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ നാള് കാർത്തികയാണ്. അപ്പോൾ ആ നാളിൻ്റെ പേരിട്ടോ. അപ്പോൾ കാർത്തിക എന്നുള്ള പേരിൽ കത്തയച്ചു. അതായത് അഡ്രസ്സ് വയ്ക്കുമ്പോൾ സാറാ ജോസഫ് വയ്ക്കണല്ലോ. എഴുതിയപ്പോൾ സാറാ ജോസഫ് തന്നെ എഴുതിയത് അല്ല, അത് പിന്നീടാണ് കേട്ടോ. അപ്പോൾ കാമ്പിശ്ശേരിയുടെ ഒരു പച്ചമഷിയിലുള്ളൊരു കത്ത് നന്നായിട്ടുണ്ട്, പ്രസിദ്ധീകരിക്കുന്നു. പക്ഷേ കാർത്തിക എന്നുള്ള പേരിലൊന്നും എഴുതണ്ട, സ്വന്തം പേരിൽ തന്നെ എഴുതിയാൽ മതി. തന്നെയല്ല, കാർത്തിക എന്നുള്ള പേരിൽ വേറെ ആളുകൂടെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടി തുടർന്ന് എഴുതണം, കാർത്തിക എന്നുള്ള പേര് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്ത്. അവിടെ തൂലികാനാമത്തിൻ്റെ കളി അവിടെ നിന്നു. അപ്പോൾ ഈ കഥ അച്ചടിക്ക് വെച്ചു. എനിക്ക് പേര് ഓർമ്മയില്ല കഥയുടെ ആദ്യത്തെ. അല്ലല്ല, സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മലയാള നാടിലൊക്കെ എൻ്റെ കുറേ കഥകൾ വന്നിട്ടുള്ളത്. അതായത് 78 ഉള്ളിൽ വന്നിട്ടുള്ള എല്ലാം തന്നെ ചിത്രകാർത്തിക, മലയാള നാട്, അന്നത്തെ പ്രസിദ്ധീകരണങ്ങളൊക്കെ. മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. മാതൃഭൂമിയിൽ ബക്ഷീഷ്, സമതാളങ്ങൾ, ഫയലുകൾ എന്നൊക്കെ പറഞ്ഞുള്ള ആദ്യകാല രചനകൾ മാതൃഭൂമിയിൽ ആ സമയത്ത് തന്നെ വന്നിട്ടുണ്ട്.
ആ എഴുത്തും ജോസഫേട്ടനോ വീട്ടിലോ വലിയ പ്രതിസന്ധി ഒന്നും ഉണ്ടാക്കിയില്ല. ഉണ്ട്. ജോസഫേട്ടൻ്റെ പ്രശ്നമൊന്നുമില്ല. ജോസഫേട്ടനെ എന്താ വെച്ചാൽ അതിലൊരു ശരിയുണ്ട് എന്ന് കണ്ടാൽ, ഇപ്പോൾ മനുഷ്യ ഉണ്ടാക്കിയപ്പോഴും എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് ജോസഫേട്ടനായിരുന്നു. കാരണം പൊളിറ്റിക്കലി അവരുടെ പാർട്ടിക്ക് ഭയങ്കര വിരോധമായിരുന്നു. CPM-ന് ഞങ്ങളല്ലാത്ത ഒരു സ്വതന്ത്ര സ്ത്രീ വിമോചന പ്രവർത്തനം വേണ്ട എന്നുള്ളൊരു നിലപാടല്ലായിരുന്നു. നല്ല ശത്രുതയായിരുന്നു. പക്ഷേ ഇദ്ദേഹം അതിനെപ്പറ്റി ഒരക്ഷരനോട് ചോദിച്ചിട്ടില്ല. എഴുത്തിനോടും ഒന്നുമില്ല. എന്ന് തന്നെയുള്ള ഇത് ആവശ്യമാണെന്നുള്ള ആ ഒരു പൊളിറ്റിക്സ് അദ്ദേഹത്തിന് പിടികിട്ടിയിട്ടുണ്ടായിരുന്നു സ്ത്രീകളുടെ ഇടയിൽ.